പെൺചൊല്ല്. സുധാകർ മംഗളോദയം. ടൗൺ പോസ്റ്റ് ഓഫീസിൽ തിരക്കിൻ്റെ സമയമായിരുന്നു. മിക്ക കൗണ്ടറുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ. സ്റ്റാമ്പ്, രജിസ്ട്രേഷൻ എന്നീ ഇടങ്ങളിലായിരുന്നു തിരക്ക് അധികം. സ്പീഡ് പോസ്റ്റിൻ്റെ കൗണ്ടറിലായിരുന്നു ഷേർലി പോൾ. ക്ലോക്കിൽ 5 മണിയാകാൻ 5 മിനിറ്റ്. 5 മണിക്ക് ഷേർലിയുടെ സ്ഥലത്തേക്ക് ഒരു ബസ്സുണ്ട്. 5 മിനിറ്റ് മുമ്പേ ഇറങ്ങിയാൽ അത് കിട്ടും. കൗണ്ടർ അടയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു ഷേർലി. അപ്പോഴാണ് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഓടി ഷേർലിയുടെ കൗണ്ടറിന് മുന്നിലെത്തിയത്. "പ്ലീസ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം," അയാൾ പറഞ്ഞു. "വേഗം കവർ തരൂ." മുഖത്ത് നോക്കാതെ ഷേർലി കൈനീട്ടി. "കവർ പോസ്റ്റ് ചെയ്തു പോയി." നിസ്സഹായ സ്വരം. ഷേർലി മുഖമുയർത്തി അയാൾ നോക്കി. മര്യാദക്കാരൻ്റെ ഭാവം മാത്രമല്ല, മുഖലക്ഷണവും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവൾ ചുണ്ടിയെടുത്തില്ല. കൗണ്ടർ അടച്ചുകൊണ്ട് അവൾ ചോദിച്ചു, "പിന്നെ എന്ത് ഹെൽപ്പാണ് വേണ്ടത്?" അയാൾ പരുങ്ങി. അവൾ തിരിഞ്ഞകത്തേക്ക് നടന്നതും അയാൾ കേണു. "പ്ലീസ്, 1 മിനിറ്റ്." വീണ്ടും അവൾ അയാളുടെ നേർക്ക് തിരിഞ്ഞു. ഇക്കുറി അവളുടെ പുരികം ചുളിഞ്ഞു. സ്റ്റാമ്പിൻ്റെ 2 കൗണ്ടറുകളിലും സ്ത്രീകളാണ്. പക്ഷേ പെൻഷൻ പ്രായം അടുത്തവർ. കൂട്ടത്തിൽ ഏറെ ചെറുപ്പക്കാരിയും സുന്ദരിയും ഷേർലിയാണ്. സുന്ദരിയെന്ന് പറഞ്ഞാൽ പോരാ, ഒറ്റക്കാഴ്ചയിൽ ആരും ശ്രദ്ധിക്കുന്ന പെൺകുട്ടി. അത് അവൾക്കും അറിയാം. വേലയിറക്കാൻ വന്നതാണോ കക്ഷി? വളരെ അപൂർവമായി പൂവാലശല്യം ഉണ്ടാവാറുണ്ട്. ഷേർലി അതൊക്കെ സ്പോർട്ടീവ് സ്പിരിറ്റിലേ എടുക്കൂ. പക്ഷേ ഒരിക്കൽ ശ്രമിക്കുന്നവൻ പിന്നീട് ടൗൺ പോസ്റ്റ് ഓഫീസിൽ വരാൻ മടിക്കും. നിവൃത്തിയില്ലാതെ വരേണ്ടി വന്നാൽ ഷേർലി ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിയുകയുമില്ല. "മനസ്സിലായില്ല." ഷേർലി ഗൗരവത്തിൽ ചെറുപ്പക്കാരനെ നോക്കി. "ഒരു ഉപകാരം ചെയ്യണമെന്ന് അപേക്ഷിക്കുക," അയാൾ പറഞ്ഞു. "എന്ത് ഉപകാരമാണെന്ന് ആദ്യം പറയൂ." "കൗണ്ടർ ക്ലോസ് ചെയ്തത് കണ്ടില്ലേ?" അവൾ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി. 5 ആകാൻ 2 മിനിറ്റ്. 5-ൻ്റെ ബസ് പോയാൽ അരമണിക്കൂർ പിന്നെ കാത്തു നിൽക്കണം. സാധാരണഗതിയിൽ ഇത്തരക്കാരോട് ആരും മറുപടി പറയാൻ നിൽക്കാറില്ല. പക്ഷേ അയാൾക്കൊരു നല്ല സമരീകാരൻ്റെ മുഖമുണ്ടായിരുന്നു. "രജിസ്ട്രേഷൻ്റെ കൗണ്ടറിൽ ഞാനൊരു കവർ കൊടുത്തിരുന്നു. റെസീറ്റും കിട്ടി." "ഒരു ആപ്ലിക്കേഷനാ?" "റെസീറ്റ് കിട്ടിയ ശേഷം ഓർമ്മ വന്നത്. ആപ്ലിക്കേഷനിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. നാളെ ലാസ്റ്റ് ഡേയാ. കിട്ടാൻ സാധ്യതയുള്ളൊരു പണിയുമാ." "അതിന്?" "ആ കവറൊന്ന് തിരിച്ചു വേണം." കൗണ്ടറിൽ പറഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന ആൾ ചുമ്മാ ചൂടാകുന്നു. ചുണ്ടിൽ ഊറിയ ചിരി കടിച്ചമർത്തി ഷേർലി ചോദിച്ചു, "ചൂടാവാതിരിക്കുന്നത് എങ്ങനെയാ? രജിസ്റ്റർ ചെയ്ത് റെസീറ്റും തന്ന ശേഷം ഉരുപ്പടി തിരികെ കിട്ടണമെന്ന് പറഞ്ഞാലോ?" "ഓർഡിനറി പോസ്റ്റായിരുന്നെങ്കിൽ വേണ്ടില്ല." "തിരികെ തരണ്ട. ആ കവർ നിങ്ങൾ തന്നെ തുറന്ന് അതിനുള്ളിലെ ആപ്ലിക്കേഷൻ പുറത്തെടുത്ത് എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ഞാൻ ഒപ്പിട്ടേക്കാം." "രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയക്കാൻ നിങ്ങൾ തന്ന കവർ തുറക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നീടത് പ്രശ്നമാകും. നിങ്ങൾ തന്നെ കംപ്ലൈൻറ്റ് ചെയ്താൽ ഞങ്ങൾ കുരുങ്ങും." "ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഗ്യാരണ്ടി ചെയ്യാം. പ്ലീസ്." "ആകട്ടെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ കാരണമെന്താ?" "മുഖപരിചയം വച്ചോണ്ടാ." "മുഖപരിചയമോ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ." "ഞാൻ ഈ കൗണ്ടറിൽ പലകുറി വന്നിട്ടുണ്ട്." "എന്താ പേര്?" "രവീന്ദ്രൻ നായർ." തുടർന്ന് അഡ്രസ്സും പറഞ്ഞു അയാൾ. അത് കേൾക്കാൻ നിൽക്കാതെ ഷേർലി നടന്നു. സ്വതവേ ദേഷ്യക്കാരനായ മാത്യു വർഗീസാണ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ. പലവട്ടം ഷേർലി അയാളുമായി ഉടക്കിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ മുഖം കടന്നൽ കുത്തിയതുപോലെയുണ്ട്. ഒന്നേ അങ്ങോട്ട് നോക്കിയുള്ളൂ ഷേർലി. അവൾ തിരികെ രവീന്ദ്രൻ നായരുടെ മുന്നിലെത്തി. "സോറി സാർ, ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത കാര്യം ഒരു പക്ഷേ നിങ്ങൾ മറന്നതായിരിക്കും. സോ ബെസ്റ്റ് ഓഫ് ലക്ക്." പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ രവീന്ദ്രൻ നായരുടെ മുഖമായിരുന്നു ഷേർലിയുടെ ഓർമ്മയിൽ. നെറ്റിയിലെ ചന്ദനക്കുറിയും വായും തുറന്നുള്ള നിലയും അവളെ വല്ലാതെ രസിപ്പിച്ചു. സ്റ്റോപ്പിലെത്തിയപ്പോൾ പതിവ് ബസ് പോയിരുന്നു. അടുത്ത ബസ്സിനായി കാത്തു നിന്നിരുന്ന ഒരയൽക്കാരി അവളോട് തിരക്കി. "ഷേർലിക്ക് എന്തേ 5-ൻ്റെ ബസ് കിട്ടിയില്ലേ?" "ഓ, ഒരു ശുംഭം കാരണം പോസ്റ്റ് ഓഫീസിൽ നിന്നും പുറത്തു കിടക്കാൻ താമസിച്ചു. 5-ൻ്റെ ബസ് കിട്ടിയാൽ 5:30-ക്ക് വീട്ടിലെത്താം." അന്ന് ഷേർലി വീട്ടിലെത്തിയപ്പോൾ 6 കഴിഞ്ഞിരുന്നു. മമ്മി വയ്യാത്ത ആളാണ്. അതുകൊണ്ടാണ് ഷേർലി തിരക്ക് പിടിക്കുന്നത്. ഗ്രേസമ്മയ്ക്ക് ഇല്ലാത്ത സൂക്കേടില്ല. ഷുഗറും പ്രഷറും കാഴ്ചക്കുറവും കേൾവിക്കുറവും എല്ലാം ഉണ്ട്. പല്ലുകൾ മുഴുവൻ എടുത്ത് വെപ്പുപല്ല് വച്ചിരിക്കുകയാണ്. 2 എണ്ണം സ്വർണ്ണമാണ്. താനൊരു രോഗിയാണെന്ന ഗ്രേസമ്മയുടെ വിചാരമാണ് പ്രധാന പ്രശ്നമെന്ന് ഷേർലിയുടെ പപ്പയായ പോൾ മാഷ് പറയുന്നു. എന്നാലും പോൾ മാഷിൻ്റേത് ഒരു സംതൃപ്ത കുടുംബമാണ്. വീടിനടുത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് പോൾ മാഷ്. പെൻഷനാവാൻ 1 വർഷം കൂടിയേയുള്ളൂ. പഠിക്കാൻ മോശമായിരുന്നുകൊണ്ട് മൂത്ത മകൻ സാബുവിന് ഒരു ഫാൻസി സ്റ്റോർ ഏർപ്പാടാക്കി കൊടുത്തു മാഷ്. അതിപ്പോൾ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. കച്ചവടത്തിൽ സാബു മിടുക്കനാണ്. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. രണ്ടാമൻ റോണിക്ക് LIC-യിൽ ജോലിയായി. മൂന്നാമൻ സുനിൽ MA കഴിഞ്ഞ് സ്വന്തമായൊരു ട്യൂട്ടോറിയൽ നടത്തുന്നു. ഏറ്റവും ഇളയതാണ് ഷേർലി. SSLC-ക്കും പ്രീ ഡിഗ്രിക്കും BSc-ക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. BSc-യുടെ പരീക്ഷ കഴിഞ്ഞ ഉടൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാമിൽ ജോലി കിട്ടി. പഠിക്കാൻ സമർത്ഥിയായിരുന്ന അവളെ IAS-ന് വിടണമെന്ന പോൾ മാഷിൻ്റെ ആഗ്രഹം നടന്നില്ല. പഠനത്തിൽ മാത്രമല്ല, കുടുംബം നോക്കാനും ഷേർലി കേമിയാണ്. രാവിലെ തന്നെ വീട്ടിലെ മുഴുവൻ പണികളും കഴിച്ചിട്ടാണ് ഷേർലി പുറത്തു കിടക്കുന്നത്. മകളുടെ കഷ്ടപ്പാടിൽ മാഷിന് സങ്കടമുണ്ട്. പപ്പയും ചേട്ടന്മാരും അവളെ സഹായിക്കും.
മൂത്തവൻ സാബുവിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാൻ മാഷിന് തിടുക്കമായിരുന്നു. എൻ്റെ മോളെ പറഞ്ഞയക്കും മുമ്പ് ഇവിടെ വേറൊരു പെണ്ണ് വന്നിരിക്കണം. സാബു കുറേ പെണ്ണ് കണ്ടു. ഒന്നും അവന് തൃപ്തിയായില്ല. പെണ്ണിന് നല്ല സൗന്ദര്യവും നല്ല സ്വത്തും വേണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ജോലി കൂടിയുള്ളതാണെങ്കിൽ സന്തോഷം. എല്ലാം ഒത്തുചേർന്ന ഒന്നിനെ കിട്ടാത്തതിനാൽ ഷേർലി പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരാൻ വൈകുന്ന ദിവസങ്ങളിൽ ഗ്രേസമ്മ അടുക്കളയിൽ കയറേണ്ടി വന്നു. 2 കൈയും എളിക്ക് കൊടുത്തുകൊണ്ടാണ് ഗ്രേസമ്മ നടക്കുന്നത്. മേലാത്ത മമ്മിക്ക് ഒരിടത്ത് ഇരുന്നാൽ പോരെ? ഷേർലി ചോദിച്ചു. ഓ, എനിക്ക് മേലാന്ന വിചാരം ഇവിടെ വല്ലവർക്കുമുണ്ടോ? സമയത്തിന് ചായ കുടിച്ചില്ലേ തലവേദന വരുത്തില്ലോ നിൻ്റെ പപ്പയ്ക്ക്? പരിഭവമാണ്. ഇങ്ങനെ പ്രാഗിക്കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ഉണ്ടാക്കി തരേണ്ട. ഇരിപ്പുമുറിയിലിരുന്ന് പോൾ മാഷ് പിറുപിറുത്തു. ഉടൻ ഗ്രേസമ്മ തിരിച്ചടിച്ചു. ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോവാന്ന് പറയുന്നവരല്ലോ ഇവിടെയുള്ളത്. വല്ലോണം ചത്തുകെട്ട് പോയാൽ മതിയായിരുന്നു. ഷേർലി ചിരിച്ചു. പോൾ മാഷും ഗ്രേസമ്മയും തമ്മിലുള്ള ഇത്തരം സൗന്ദര്യപ്പോരുകൾ നിത്യേന അവിടെ അരങ്ങേറും. 10 മണിയോടെയാണ് ജോലികൾ ഒരുക്കി ഷേർലി ഉറങ്ങാൻ കിടക്കുന്നത്. ആ രാത്രി ഉറക്കത്തിൽ അവൾ രവീന്ദ്രൻ നായരെ സ്വപ്നം കണ്ടു. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ ചന്ദനക്കുറിയും ചമ്മിയ ഭാവവും കണ്ട് അപ്പോഴും അവൾ ചിരിച്ചു. രാവിലെ പല്ല് തേച്ച് കൊണ്ടിരുന്നപ്പോഴും അതോർത്ത് അവൾ ചിരിച്ചു. പിന്നെ മറന്നു. 1 മാസം കഴിഞ്ഞ് രവീന്ദ്രൻ നായർ വീണ്ടും ഷേർലിയുടെ കൗണ്ടറിന് മുന്നിലെത്തി. ഗുഡ് മോർണിംഗ്. അവൾ ഗൗരവത്തിൽ അയാളെ നോക്കി. അന്നത്തെ നിഗമനം കറക്റ്റായിരുന്നു കേട്ടോ. ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത കാര്യം ഞാൻ മറന്നതായിരുന്നു. എനിക്കതിൻ്റെ റിപ്ലൈ കിട്ടി. ഇന്ന് ടെസ്റ്റാ. അതിന് ഞാനെന്തോ വേണം? രവീന്ദ്രൻ നായർ ഒന്ന് ചമ്മി. ചിരി വന്നെങ്കിലും ഷേർലി അതടക്കി. സോറി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വല്ല ആവശ്യവുമുണ്ടോ? ഇല്ല. എങ്കിൽ ദയവ് ചെയ്ത് സമയം കളയാതെ പോയട്ടെ സാർ എന്ന് എഴുതിയ കടലാസ് എടുത്ത് അയാൾക്ക് കാണിച്ചു കൊടുത്തു അവൾ. ആ മുഖത്ത് രക്തം വറ്റുന്നത് അവൾ കണ്ടു. അയാൾ പോയതും അടുത്ത കൗണ്ടറിൽ നിന്ന് പത്മകുമാരി എന്ന യുവവിവാഹിത അരികിലെത്തി ഷേർലിയോട് ചോദിച്ചു, എന്താണ് അയാൾക്ക് കാണിച്ചു കൊടുത്തത്? രവീന്ദ്രൻ നായർക്ക് കാണിച്ചു കൊടുത്ത കടലാസ് ഷേർലി പത്മകുമാരിയെയും കാണിച്ചു. പത്മകുമാരി വായ്പൊത്തി ചിരിച്ചു. പൂവാലനാണോ? പൂവാലൻ. ഇത്തരക്കാർക്ക് വേണ്ടി എഴുതി ബാഗിൽ വെച്ചിരുന്ന കടലാസ് ഇത്. പത്മകുമാരി വീണ്ടും ചിരിച്ചു. താൻ കൊള്ളാമല്ലോ. ബസ്സിൽ കയറുമ്പോൾ മൊട്ടുസൂചി കരുതാറുണ്ടോ? മൊട്ടുസൂചി കൊണ്ട് എന്താ കാര്യം? ബാഗിനകത്ത് ഞാൻ കടാരയാണ് കൊണ്ട് നടക്കുന്നത്. തമാശ പറയുമ്പോൾ ഷേർലി ചിരിക്കാറില്ല. കേൾവിക്കാർ തല ചിരിക്കുകയും ചെയ്യും. തൻ്റെ ജാതിക്കാരനാണ് കക്ഷി, ഷേർലി പത്മകുമാരിയോട് പറഞ്ഞു. രവീന്ദ്രൻ നായർ. കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കാമായിരുന്നു. കല്യാണം കഴിഞ്ഞതുകൊണ്ട് സാരമില്ല, ആലോചിച്ചോ? കൊള്ളാവുന്നതാണേൽ ഇപ്പോഴുള്ള കക്ഷിയെ വേണ്ടെന്ന് വെച്ചേക്കാം. പത്മകുമാരിയും തമാശ പറഞ്ഞു. പക്ഷേ തൊഴിൽ രഹിതനാണെന്ന് തോന്നുന്നത്. ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. തൊഴിൽ രഹിതനും നല്ലത്. വീട്ടിലിരുന്ന് സമയാസമയത്തിന് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുത്തോളും. അതുങ്ങളെ നഴ്സറിയിൽ കൊണ്ടുവിട്ടോളും. സെർവൻസിൻ്റെ ശമ്പളം ലാഭിക്കാം. എന്നിട്ടാണോ ഇയാൾ കൂടിയ ഉദ്യോഗമുള്ള ആളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്? അപ്പോഴാണ് പത്മകുമാരിയുടെ കൗണ്ടറിന് മുന്നിൽ ആളെത്തിയത്. അവൾ കൗണ്ടറിലേക്ക് നടന്നു. വീണ്ടും രവീന്ദ്രൻ നായർ മറവിയിൽ വീണു. ഷേർലിയുടെ സാബു ചായൻ ഒരു പെണ്ണിനെ കൂടി കണ്ടു. പാലക്കാരി ശോഭ ചെറിയാൻ. നല്ല സുന്ദരി. അപ്പൻ്റെ കൈവശം പൂത്ത പണം. കേന്ദ്ര സർക്കാർ ജീവനക്കാരി. ഗൃഹാലങ്കാര വിദഗ്ധ. സാബുവിന് നന്നേ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കെണി. കല്യാണം കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് സ്ത്രീധന കാര്യത്തെക്കുറിച്ച് മിണ്ടുകയില്ലെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. പെണ്ണ്. സാബു വിരണ്ടുപോയി. എന്തോ ഒന്നും മിണ്ടാത്തേ? പെണ്ണ് ചോദിച്ചു. എന്തോ മിണ്ടാനാ? സാബു കൈമലർത്തി. എങ്കിൽ ഗുഡ് ബൈ. പെണ്ണ് തിരിഞ്ഞകത്തേക്ക് പോയി. എന്നിട്ട് പുറത്തിരിക്കുന്ന ചെറുക്കൻ കേൾക്കാൻ പാകത്തിൽ സ്വന്തം പപ്പയോട് പറഞ്ഞു, എനിക്ക് ആ മൂങ്ങയെ വേണ്ട പപ്പ. അടികൊണ്ടതുപോലെ മുഖവും താഴ്ത്തി സാബു ഇറങ്ങിപ്പോന്നു. കൂട്ടിന് പോയ കസിൻ ടോമിച്ചനാണ് സംഭവം മറ്റുള്ളവരോട് അറിയിച്ചത്. ഷേർലി ആ കഥ ഓഫീസിൽ കൊണ്ടുവന്ന് വിളമ്പി സകലരെയും ചിരിപ്പിച്ചു. ശോഭ ചെറിയാനോട് എനിക്ക് ഒരു പരാതിയേയുള്ളൂ. അത് ഞാൻ പ്രയോഗിക്കാനിരിക്കുന്ന ഡയലോഗാ. പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കൗണ്ടറിന് മുന്നിൽ രവീന്ദ്രൻ നായർ. എൻ്റെ ആൾ വന്നു എന്ന് പറഞ്ഞ് ഷേർലി കൗണ്ടറിലേക്ക് ഓടി. എന്തൊക്കെയാ പിന്നെ വിശേഷങ്ങൾ? രവീന്ദ്രൻ നായർ നോക്കി അവൾ പുഞ്ചിരിച്ചു. വിശേഷം പറയാനല്ല ഞാൻ വന്നത്. ഇതൊന്ന് പോസ്റ്റ് ചെയ്യാനാ. അകത്തും പുറത്തും ഉള്ളവർ കേൾക്കുമാർ ഉച്ചത്തിൽ പരുഷമായിട്ടായിരുന്നു രവീന്ദ്രൻ്റെ മറുപടി. ആളുകൾ തല ഉയർത്തിയും ചരിച്ചുമൊക്കെ നോക്കി. പത്മകുമാരിയും വേറെ ചിലരും വായ്പൊത്തി ചിരിച്ചു. ഷേർലിയുടെ മുഖം ആകെ ചമ്മിപ്പോയി. എന്നിട്ടും മറ്റുള്ളവർ കാണാനായി അവളും ഒന്ന് ഇളിച്ചു കാണിച്ചു. കവർ വാങ്ങിവെച്ച് റെസിപ്റ്റ് കൊടുക്കുമ്പോൾ രവീന്ദ്രന് മാത്രം കേൾക്കാൻ പോകുന്ന ശബ്ദത്തിൽ ഷേർലി പറഞ്ഞു, ഡാ ചെകുത്താനെ, ചെവിയിരുന്നുള്ളിക്കോ. ഷേർലി ഇതിന് തന്നെ പിടിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച പ്രതികരണമല്ല അയാളിലുണ്ടായത്. ഷേർലിയുടെ ഭീഷണിയിൽ രസിച്ചതുപോലെ അയാൾ തലകുലുക്കി. എന്നിട്ട് കയ്യിലിരുന്ന ഡയറിയിൽ ഷേർലി എന്ന് കുറിച്ചു. പേര് പിടികിട്ടി. ആ അഡ്രസ്സ് കൂടി ഒന്ന് താ. ആ കുസൃതി ഷേർലിക്കും ഇഷ്ടമായി. എന്തിനാ? കല്യാണം ആലോചിക്കാനാ? ആലോചിച്ചാൽ സമ്മതമായിരിക്കുമോ? പെട്ടെന്നായിരുന്നു മറു ചോദ്യം. ഷേർലിയുടെ മുഖം ചുവന്നു. പക്ഷേ അവൾ സ്വയം നിയന്ത്രിച്ചു.
നോക്ക്, രവീന്ദ്രൻ നായർ പതുക്കെ അറിയിച്ചു. ആ ടെസ്റ്റിൽ ഞാൻ കടന്നുകൂടി. ഈ ടൗണിൽ തന്നെ പോസ്റ്റിങ്ങുമായി. തൊട്ടടുത്തുള്ള ബാങ്കിൻ്റെ പേര് പറഞ്ഞിട്ട് അയാൾ ചിരിച്ചു. ഷേർലിയുടെ അന്നത്തെ ആശംസ ഫലിച്ചതാ പറഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നടന്നു. ഷേർലി അതിശയത്തിലിരുന്നു. അയാൾക്ക് പോസ്റ്റിംഗ് ആയെന്ന് പറഞ്ഞ ബാങ്കിൽ അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, മീര. ലഞ്ച് ബ്രേക്കിൻ്റെ നേരത്ത് ഷേർലി ബാങ്കിലേക്ക് വിളിച്ച് മീരയെ ആവശ്യപ്പെട്ടു. മീര, നിങ്ങളുടെ ബാങ്കിൽ ഒരു രവീന്ദ്രൻ നായരുണ്ടോ? വെളുത്ത സാമാന്യ പൊക്കം, കാഴ്ചയ്ക്ക് കൊള്ളാം. ഇടയ്ക്ക് നെറ്റിയിൽ ചന്ദന വരെ കാണാം. ഇന്ന് വെള്ള ഷർട്ടും പാൻറ്റും. ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് പുതിയ അപ്പോയിൻമെൻറ്റാ. നീ പറഞ്ഞ പോലെ ഒരു കക്ഷി ഇവിടെ ഉണ്ട്. പക്ഷേ പുതിയ അപ്പോയിൻമെൻ്റ് ഒന്നുമല്ല. ഞാൻ വരുമ്പോഴേ ഇവിടെയുണ്ട്. ആളെങ്ങനെ? ക്ലീൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, കുസൃതി. എന്തേ ചോദിച്ചത്? ഒന്നുമില്ല. അതല്ല. എന്താടി മോളെ? ഒന്നുമില്ലെന്നേ. വേറൊരാൾ ചോദിച്ചിട്ടാ. വിശദമായി നേരിൽ പറയാം. നീ അയാളോടൊന്നും പറഞ്ഞേക്കല്ലേ. ഇറുക്കത്തിൽ ഷേർലി ഫോൺ വെച്ചു. ക്ലീനാണെന്ന് മീര പറഞ്ഞുവെങ്കിലും ഇയാളത്ര ക്ലീനൊന്നുമല്ല, ഷേർലി മനസ്സിൽ കുറിച്ചു. രവീന്ദ്രൻ നായർ പഠിച്ച കള്ളനായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ക്ലീനായി തോന്നിക്കുന്നത്. പക്ഷേ ഷേർലിയുടെ അടുത്ത് വേല നടക്കില്ല. ഇനിയും വരട്ടെ, ശരിക്കൊന്ന് കൈകാര്യം ചെയ്യണം. ബാങ്ക് ടെസ്റ്റിനുള്ള ആപ്ലിക്കേഷൻ അയക്കാനാണെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട രംഗം അവൾ ഓർത്തു. രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യാൻ മറന്നുപോലും. എങ്ങനെയും ആ കവർ എടുത്ത് തിരിച്ചു നൽകണമെന്നാണ് അപേക്ഷ. അടുത്ത തവണ വന്നപ്പോൾ പറയുന്നു, സൈൻ ചെയ്യാനല്ല മറന്നത്, സൈൻ ചെയ്ത കാര്യമാണ് മറന്നതെന്ന്. മറുപടി വന്നപ്പോഴാണത്രേ അക്കാര്യം മനസ്സിലായത്. തികച്ചും പരമശുദ്ധനായുള്ള നാട്യം. തുടർന്ന് ടെസ്റ്റ് എഴുതുന്നു, ജയിക്കുന്നു, പോസ്റ്റിംഗ് ആവുന്നു. എല്ലാം വളരെ പെട്ടെന്ന്. മീര എത്തും മുമ്പേ ബാങ്കിൽ കയറിയ ആളാണ്. എന്തിനാണാവോ അയാൾ തൻ്റെ അടുത്ത് ഇങ്ങനെയൊരു കസർത്തിന് മുതിർന്നത്? വെറുതെ എന്തെങ്കിലും പറഞ്ഞ് പരിചയം ആരംഭിച്ച് ഇടയ്ക്കിടെ വന്ന് വാചകം പിടിക്കുന്നതിനോ? പെണ്ണുങ്ങളുമായി സ്വറയടിക്കാൻ മനഃപൂർവ്വ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന വിരുദ്ധന്മാരെ അറിയാം. അതോ അതിലധികം വല്ല ഉദ്ദേശങ്ങളുമുണ്ടോ കക്ഷിക്ക്? ഏതായാലും ഷേർലി പോളിൻ്റെ അടുത്ത് തന്നെ പഹയൻ അഭ്യാസവുമായി വന്നല്ലോ. ഇനി അയാൾ അധികം കളി കളിക്കില്ല തന്നെ. നടന്നത് അത്രയും സംഭവങ്ങൾ ഷേർലി വിശദമായി പത്മകുമാരിയെ അറിയിച്ചു. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അയാളെ ഈ കൗണ്ടറിന് മുന്നിൽ നിർത്തി വെള്ളം കുടിപ്പിക്കും. ഷേർലി വിളിച്ച അഭിപ്രായം തിരക്കിയ കാര്യം രവീന്ദ്രൻ നായരെ അറിയിക്കണമോ വേണ്ടയോ എന്ന് മീര കുറച്ചു നേരം ആലോചിച്ചു. ഒടുവിൽ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തിനാവാം ഷേർലി അയാളെക്കുറിച്ച് തിരക്കിയത്? ആകാംക്ഷ അടക്കാനായില്ല മീരയ്ക്ക്. വേറൊരാൾക്ക് വേണ്ടിയാണെന്നാണ് ഷേർലി പറഞ്ഞത്. വല്ല കല്യാണാലോചനയുമാണോ? അങ്ങനെയാവാനാണ് സാധ്യത. എങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ മീരയ്ക്ക് വല്ലാത്ത ജിജ്ഞാസ. മീരയുടെ സ്വഭാവമാണ് അത്, തീരാത്ത ജിജ്ഞാസ. രവീന്ദ്രനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയുമായിരിക്കും. ഷേർലിക്ക് കണക്ഷന് ഉള്ളവരുമായിട്ടുള്ള ആരെങ്കിലുമായി രവീന്ദ്രൻ നായർ കല്യാണം ആലോചിച്ചിരിക്കാം. രവിയുടെ സ്വഭാവമടക്കമുള്ള വിവരങ്ങൾ അറിയാൻ പെൺപക്ഷം ഷേർലിയെ ഏൽപ്പിച്ചു കാണും. അതുതന്നെ കാര്യം. രവീന്ദ്രനോടൊന്ന് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും തുറന്നടിച്ച് സംസാരിക്കുന്ന തരമാണ് രവി. മീരയുടെ കുടുംബകാര്യങ്ങൾ പോലും അയാൾ തിരക്കാറുണ്ട്. ഒന്നും ഒളിക്കാതെ മീര പറയാറുമുണ്ട്. ഇങ്ങോട്ടാകാമെങ്കിൽ അങ്ങോട്ടുമാകാമല്ലോ. ഒഴിവു സമയത്ത് മീര രവീന്ദ്രൻ്റെ മേശക്കരികിലെത്തി. എന്താ മേഡം, നിങ്ങൾ പാവങ്ങളെയൊക്കെ മറന്നുവെന്നാണല്ലോ വിചാരിച്ചത്? ഈയിടെ ഇങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാറേയില്ല. പാവങ്ങളോ? മീര ചോദിച്ചു. ആര്? ഇയാളാണോ പാവം? ജോലിക്കിടയിൽ രവീന്ദ്രൻ ഊറിച്ചിരിച്ചു. ആകട്ടെ, കല്യാണാലോചനകളൊക്കെ എവിടം വരെയായി? മീര തിരക്കി. മുറയ്ക്ക് നടക്കുന്നു. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്ത്രീധനം വെക്കുമ്പോൾ പെണ്ണൊക്കുന്നില്ല അല്ലേ? പെണ്ണൊക്കുമ്പോൾ സ്ത്രീധനവും. അയ്യോ, നമുക്ക് സ്ത്രീധനമൊന്നും വേണ്ടായേ. രവീന്ദ്രൻ തൊഴുതു. സാമാന്യം കൊള്ളാവുന്നൊരു പെണ്ണ്, തെറ്റില്ലാത്ത സ്വഭാവം, മനസ്സിൽ ഒരിഷ്ടം തോന്നണം. അല്ലാത്തതിനെ പറ്റില്ല. എന്തെങ്കിലും ഒരു ജോലി കൂടിയുള്ളതാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിന് കല്യാണം. പുതിയ ആലോചന എവിടുന്നാ? ഓ, പുതിയതൊന്നുമില്ല. 2-3 പെണ്ണ് കണ്ടപ്പോഴേ മടുത്തു. ഇനി മനസ്സിനൊക്കുന്ന ഒന്നിനെ സ്വയം കണ്ടെത്താനുള്ള ശ്രമമാണ്. എങ്കിൽ ഞാനൊരെണ്ണത്തിനെ കണ്ടുപിടിച്ച് തരട്ടെ, രവിക്ക് ചേരുന്നൊരു കുട്ടിയെ. ധൃതി പിടിക്കണ്ട, മെല്ലെ മതി. അതിനർത്ഥം ഏതോ കേസ് പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടെന്നല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നുണ, കള്ളൻ. സത്യമാ മീരേ? എങ്കിൽ രവിയെക്കുറിച്ച് ഒരു പാർട്ടി തിരക്കുന്നുണ്ട്. രവീന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു. ഏത് പാർട്ടി? ഒക്കെയുണ്ട്. മീര ചിരിച്ചു. രവി ഒളിക്കുമ്പോൾ ഞാനെന്തിനാ പറയുന്നത്? ഞാൻ ഒളിക്കുന്നത് എന്തിനാ? എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. മാത്രമല്ല അതിപ്പം തുഴ നഷ്ടപ്പെട്ട തോണി പോലെ വട്ടം കറങ്ങുകയുമാ. സാഹിത്യം വേണ്ടയേ. മീര കണ്ണുരുട്ടി. സാഹിത്യമല്ല, സത്യം. രവിയോട് ഞാനിപ്പോൾ കല്യാണാലോചനകളെക്കുറിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട്, മീര പറഞ്ഞു. രവീന്ദ്രൻ ആകാംക്ഷയിൽ മീരയെ നോക്കി. എൻ്റെ അനുജത്തിയുടെ ഒരു കൂട്ടുകാരി ഇവിടെ ടൗൺ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സുന്ദരി കുട്ടിയാ. രവിയെക്കുറിച്ച് അവൾ ഫോൺ ചെയ്ത് തിരക്കിയിരിക്കുന്നു. രവിയിൽ ഞെട്ടലുണ്ടായി. എന്തിനോ? എന്താ തിരക്കിയത്? ഇയാളുടെ ബയോഡാറ്റാസ്. എനിക്കും മനസ്സിലായില്ല. എന്താ കുട്ടിയുടെ പേര്? ഷേർലി. രവിയിൽ വീർപ്പുമുട്ടൽ.
രവി പേടിക്കേണ്ട, ആ കുട്ടി ക്രിസ്ത്യനാ, ഉപവിഭാഗമൊന്നും അറിയില്ല. എന്നാലും നല്ല ഓർത്തഡോക്സ് ഫാമിലി. ആ കുട്ടിയുടെ സമീപ സ്ഥലത്തെത്താൻ രവി പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ. ഇല്ല, മീര മുഴുവനാക്കും മുമ്പ് രവീന്ദ്രൻ ഇടയിൽ കയറി അറിയിച്ചു. ഇല്ലെന്നെങ്ങനെ മനസ്സിലായി? ഷെർലിയുടെ നാടും വീടുമൊന്നും രവിക്കറിയില്ലല്ലോ. രവീന്ദ്രൻ ചമ്മലോടെ മുഖം കുനിച്ചു. എൻ്റെ വിചാരം ഇതാ, മീര തുടർന്നു. ഷെർലിയുടെ സമീപ സ്ഥലത്തെങ്ങാൻ രവി പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ആ വീട്ടുകാർ ഷെർലിയുടെ സഹായത്തിൽ രവിയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചതാവും. അല്ലെങ്കിൽ പിന്നെ ഷെർലി രവിയെക്കുറിച്ച് തിരക്കേണ്ട കാര്യമേ ഇല്ല. നല്ല കുട്ടിയാ, അങ്ങനെ ആണുങ്ങളുമായി കമ്പനി കൂടുന്ന തരമൊന്നുമല്ല. രവീന്ദ്രൻ മിണ്ടിയില്ല. ഏതായാലും ഞാൻ നല്ല റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, മീര പറഞ്ഞു. എന്താ കാര്യമെന്ന് ആ കുട്ടി പറഞ്ഞോ? രവീന്ദ്രൻ്റെ ശബ്ദം വിറച്ചു. ഇല്ല, മീര ചിരിച്ചു. ഞാൻ ചോദിച്ചിട്ട് അവൾ ഒളിച്ചു. വേറെ ആരോ ചോദിച്ചിട്ടാണത്രേ. വിശദമായി പിന്നീട് പറയാമെന്ന്. അതുകൊണ്ടാണ് വല്ല കല്യാണാലോചനയുടെ പേരിലും വന്ന അന്വേഷണമാവുമെന്ന് ഊഹിച്ചത്. മീര എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു? നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ രവി. ചിരിയടക്കാൻ മീര പണിപ്പെട്ടു. ഇയാളുടെ ഒരു പേടി. നല്ല ദൈവമായുള്ള ഭയമുള്ള പയ്യനാണെന്നൊക്കെയാണ് കാച്ചിരിക്കുന്നത്. എൻ്റെ അത്ര വയസ്സേ ഉള്ളൂ എങ്കിലും എനിക്ക് മുമ്പേ ബാങ്കിൽ ജോയിൻ ചെയ്ത് സീനിയോറിറ്റി നേടിയ ആളാണെന്നൊക്കെ. രവീന്ദ്രൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. മീരയ്ക്ക് മുമ്പേ ഞാൻ ബാങ്കിൽ കയറിയതാണെന്ന് പറഞ്ഞുവോ? പറഞ്ഞു. അതിലെന്താ തെറ്റ്? സീനിയോറിറ്റി ഇയാൾക്കാണെന്ന് വരുന്നതല്ലേ നല്ലത്. തുലച്ചു. മുന്നിലെ ഫയൽ ഒരു വശത്തേക്ക് തള്ളിയിട്ട് രവീന്ദ്രൻ ഇരു കൈകളും തലയിൽ താങ്ങിയിരുന്നു. എന്താ രവി പറ്റിയത്? മീരയ്ക്ക് അമ്പരപ്പ്. ഒടുവിൽ രവീന്ദ്രൻ എല്ലാം വിശദമായി മീരയെ അറിയിച്ചു. മീരയ്ക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ആദ്യ കാഴ്ചയിലെ ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു നായർ പെൺകുട്ടിയുടെ ലക്ഷണമായിരുന്നു. സത്യത്തിൽ അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ചു. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ പിന്നീട് ടൗൺ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നത്. ഓരോ കാഴ്ചയും അവളിലേക്ക് എന്നെ ഒന്നിനൊന്ന് അടുപ്പിച്ചു. ഒന്ന് പരിചയപ്പെടാൻ എന്താ വഴിയെന്ന് കുറേ ആലോചിച്ചു. മറ്റാരെയും ആശ്രയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയേ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാതെ രജിസ്റ്റർ ചെയ്ത് നുണ പ്രയോഗിച്ചത്. പരിചയപ്പെട്ടുവെങ്കിലും അവൾക്ക് എന്നോട് പുച്ഛമാണോന്ന് സംശയം. അതിലുപരി അവളൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ നിരാശ തോന്നി. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. എങ്കിലും പിന്തിരിയാൻ മനസ്സനുവദിച്ചില്ല. ഈ വൺ വേ സ്നേഹം എനിക്ക് അത്ര പ്രിയപ്പെട്ടതായി. പക്ഷേ ഇപ്പോൾ ഞാൻ അവളോട് നുണ പറഞ്ഞത് അവൾ മനസ്സിലാക്കിയില്ലേ? രവീന്ദ്രന് വിമ്മിട്ടം. ഈ സ്നേഹം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്നായാലും ഷെർലി ഇതറിയില്ലേ? അറിയും. അപ്പോഴും അവസ്ഥ മറ്റൊന്നായിരിക്കില്ലല്ലോ. ബന്ധം കുറച്ച് മുന്നോട്ട് പോയിട്ടായിരുന്നാൽ അവൾ മാപ്പ് തന്നേനെ. പക്ഷേ ഇതിപ്പോൾ മുളയിലേ തന്നെ. വളരാൻ പറ്റാത്തതാണെങ്കിൽ മുളയിലേ തന്നെ നുള്ളുന്നതല്ലേ നല്ലത്. പഴയ കാലമൊന്നുമല്ലല്ലോ മീരെ. മനുഷ്യൻ കുറച്ചുകൂടി പുരോഗമിച്ചില്ലേ? കാലം പുരോഗമിച്ചു, മനുഷ്യൻ പുരോഗമിച്ചിട്ടില്ല എന്നതാ സത്യം. ആളുകൾ ഇന്ന് കൂടുതൽ മതബോധമുള്ളവരായിരിക്കുന്നു. തങ്ങളുടെ പാരമ്പര്യങ്ങളോട് പഴയ കാലത്തെ അപേക്ഷിച്ച് അടുപ്പം വർദ്ധിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ പിന്തിരിയണമെന്ന്? രവീന്ദ്രൻ മീരയെ നോക്കി. എന്ന് ഞാൻ പറയില്ല, മീര പറഞ്ഞു. ഷെർലിക്ക് രവിയെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവളെ അകറ്റുകയല്ലേ ഉള്ളൂ. മീര വിചാരിച്ചാൽ ഷെർലിയുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാവില്ലേ? ഞാൻ ദൂതിയാവണം ഇല്ലേ? മീര തലകുലുക്കി. അസലായി. നോക്ക്, എനിക്ക് സ്വന്തം കുടുംബവും ചുണ്ടിക്കാരനായ ഒരു ഭർത്താവും ഒരു കുട്ടിയുമൊക്കെ ഉണ്ടെന്നറിയാലോ. ചിരിയോടെയാണ് മീര പറഞ്ഞത്. എൻ്റെ പാപ്പാൻ ഇതെങ്ങാനും അറിഞ്ഞാൽ ചവിട്ടി നടു ഓടിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ഹംസവേല ഇരുഭാഗത്തു നിന്നും തല്ലുകിട്ടുന്ന ഏർപ്പാടാണ്. രവിയുടെ മുഖം മങ്ങുന്നത് കണ്ട് സഹതാപത്തോടെ ശബ്ദം താഴ്ത്തി അവൾ കൂട്ടിച്ചേർത്തു. വേണേൽ തൻ്റെ നിരപരാധിത്വം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ശേഷം വിധി പോലെ. 2 or 3 തടിയൻ ആങ്ങളമാരുണ്ടെന്നാണ് കേട്ടത്. രവിയുടെ മുഖം മഞ്ഞളിച്ചപ്പോൾ മീര വായ്പൊത്തി ചിരിച്ചു. ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരിക്കെ ജോലിക്ക് അപേക്ഷ അയക്കാനെന്ന മട്ടിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്നതും ഷെർലിയുടെ ആശംസ ഫലിച്ചതുകൊണ്ടാണ് ബാങ്കിൽ കയറിക്കൂടിയതെന്ന് പടക്കം പൊട്ടിച്ച് ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചതുമൊക്കെ വിപരീത ഫലമുണ്ടാക്കിയതെന്ന് രവീന്ദ്രൻ നായർക്ക് ബോധ്യമായി. ഇനിയും ടൗൺ പോസ്റ്റ് ഓഫീസിൽ കടന്നു ചെല്ലാനാവില്ലെന്ന് ഉറപ്പിച്ചു. അത് പക്ഷേ ഒരു പ്രശ്നമല്ല. എന്നാൽ ഷെർലി എന്ന സ്വപ്നം മാഞ്ഞു പോകുന്നത് വേദനാജനകം തന്നെ. ദൂരക്കാഴ്ചയിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവളായ ശേഷമാണ് ആൾ ക്രിസ്ത്യനാണെന്ന് മനസ്സിലായത്. സ്വന്തം വീട്ടിലെ എതിർപ്പ് ഒതുക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഷെർലിയുടെ കുടുംബം അത്രമാത്രം ഓർത്തഡോക്സ് ആണെങ്കിൽ അവർ അനുവദിക്കില്ല തന്നെ. പക്ഷേ ആദ്യം ഒരുക്കേണ്ടത് ഷെർലിയെ തന്നെയാണ്. അവൾ തന്നെ കള്ളനെന്ന് മുദ്ര കുത്തി കാണുമായിരിക്കാം. പോരെങ്കിൽ അന്യമതസ്ഥൻ. രവി മേശയിൽ മുഖം ചായച്ചു വെച്ചു. ഇറ്റ്സ് ഗോൺ ഫോർ എവർ. ആ ആഴ്ചയിൽ മീര അവിചാരിതമായി ഷെർലിയെ ടൗണിലെ ഒരു ചുരിദാർ ഷോപ്പിൽ വെച്ച് കണ്ടു. തിരക്കില്ലെങ്കിൽ മോളോട് എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്, മീര പറഞ്ഞു. തിരക്കുണ്ട്, എന്നാലും അല്പം സമയമുണ്ടാക്കാം, ഷെർലി സമ്മതിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡിലെ സ്ത്രീകൾ നടത്തുന്ന ടീ ക്ലബ്ബിൽ വെച്ചാണ് അവർ സംസാരിച്ചത്. എനിക്കറിയാം മീര ചേച്ചിക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന്. ഷെർലി തന്നെ തുടങ്ങി. രവീന്ദ്രൻ നായരെക്കുറിച്ച് ഞാൻ തിരക്കിയത് എന്തിനാണെന്ന് അറിയാനല്ലേ? വെരി ക്ലീൻ ആണെന്നൊക്കെയല്ലേ ചേച്ചി അയാളെക്കുറിച്ച് പറഞ്ഞത്? നോക്ക്,
കല്യാണം കഴിഞ്ഞെങ്കിലും ഇയാൾക്ക് ആണുങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് സാരം. ഹീ ഈസ് എ ഡെവിൾ, ഫ്രോഡ്, ചീറ്റ് ആൻഡ് വായ നോക്കി. തുടർന്ന് ഷേലിയുടെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞു. മീര സശ്രദ്ധം കേട്ടിരുന്നു. രവി പറഞ്ഞതൊക്കെ തന്നെ. പക്ഷേ രവി എന്തിനാ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് ഷേർലിക്കറിയില്ല. അവൾ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഐ ഹേറ്റ് ദാറ്റ് ഫെല്ലോ. കാണരുത് എനിക്ക്. അല്പനേരം കൂടി നിശബ്ദം ഇരുന്നിട്ട് മീര തുടങ്ങി. ഷേർലിക്കറിയില്ല അയാൾ എന്തിനാണ് അങ്ങനെയൊരു നാടകം കളിച്ചതെന്ന്. ഞാൻ പറഞ്ഞു തരാം. എല്ലാം രവി എന്നോട് പറഞ്ഞു. മീര അതെല്ലാം വിശദീകരിച്ചു. മോളുടെ മുഖവും കണ്ണെഴുത്തും നീണ്ട മുടിയുമെല്ലാം കണ്ട് നീയൊരു നായർ പെണ്ണാണെന്ന് ആ പാവം നായർ തെറ്റിദ്ധരിച്ചു പോയി. അയാൾക്ക് നിന്നോട് ഇഷ്ടമായി. കല്യാണം കഴിക്കാനുള്ള ഇഷ്ടം. തുടർന്ന് പരിചയപ്പെടാൻ വേണ്ടി നടത്തിയ മണ്ടൻ സാഹസങ്ങളാ മോള് കണ്ടത്. ഞാൻ അറിഞ്ഞിടത്തോളം രവി പാവമാ എന്ന് വെച്ച് ഷേർലി അയാൾ ഇഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. താൻ ക്രിസ്ത്യനാണെന്ന് അറിഞ്ഞപ്പോൾ പിന്തിരിയണമെന്നുണ്ട്. എതിർപ്പുകളെ ഭയന്ന്. പക്ഷേ മറക്കാൻ പറ്റുന്നില്ല അത്രേ. അയാൾക്ക് വട്ട, ഇഡിയറ്റ്, ഷേർലി പറഞ്ഞു. മീര ചിരിച്ചു. ശരിയാ, കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്കുണ്ടാവുന്ന ഒരു തരം വട്ട ഇത്. ഇത്തരമൊരു വട്ടിലൂടെയാ എനിക്ക് ഒരാളുണ്ടായത്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ സെയിം കാസ്റ്റാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. എനിവേ, എനിക്ക് അയാൾ ഇഷ്ടമല്ല. അവസാന വാക്കെന്നോണമാണ് ഷേർലി പറഞ്ഞത്. അവൾ എഴുന്നേറ്റ് ബിൽ പേ ചെയ്തു. പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ മീരയോട് തുടർന്നു. ചേച്ചിക്ക് അറിയാമല്ലോ എൻ്റെ കുടുംബം. ഇല്ലെങ്കിൽ ചേച്ചിയുടെ അനിയത്തി രമയോട് ചോദിക്കേ. സന്തോഷമായും സ്നേഹമായും കഴിയുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഉറച്ച മതവിശ്വാസികളുമാ. പോരെങ്കിൽ പപ്പയുടെ ഒറ്റ മോളാ ഞാൻ. തോന്നിയ വഴിക്ക് ഞാൻ പോയാൽ നെഞ്ചു പൊട്ടി എൻ്റെ പപ്പ മരിക്കും. അപ്പോൾ ഷേർലിക്ക് അയാളോട് ഇഷ്ടമില്ലാഞ്ഞല്ല. നോ, എന്നെ ഉപദ്രവിക്കരുതെന്ന് അയാളോട് പറഞ്ഞാൽ മതി. മേലാൽ പോസ്റ്റ് ഓഫീസിൽ വരരുത്. അത് വയ്യെങ്കിൽ ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പോൾ എൻ്റെ കൗണ്ടറിന് മുന്നിലെങ്കിലും എത്തരുത്. എനിക്ക് അയാളെ അപമാനിക്കേണ്ടി വരും. പെട്ടെന്നാണ് ഷേർലിക്കുള്ള ബസ് വന്നു നിന്നത്. അവൾ ഓടി ബസ്സിൽ കയറി. സൈഡ് സീറ്റിൽ സ്ഥാനം കിട്ടിയ ഷേർലിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് മീര കണ്ടു. പക്ഷേ അവൾ മീരയുടെ നേർക്ക് നോക്കിയതേയില്ല. കഥ തുടരും.